കൊല്ലം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോത്സ്യൻ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചെന്ന് പരാതി. മുരാരി തന്ത്രി എന്ന് വിളിക്കുന്ന വെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെതിരെ കേസെടുത്തു. ബാധ ഒഴിപ്പിക്കലിനായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി. ജോത്സ്യൻ ഒളിവിലാണ്. മിഥുൻ സുധാകരൻ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെയാ കൊല്ലത്ത് നടക്കുന്നത്? പറയുന്നത് അതായത് ഈ ജ്യോതിഷാലയത്തിലേക്ക് മുരാരി തന്ത്രി എന്ന് വിളിക്കുന്ന വെണ്ടാർ സ്വദേശി രാജൻ ബാബു നടത്തുന്ന ഈ ജ്യോതിഷാലയത്തിലേക്ക് പെൺകുട്ടിയും അതുപോലെ തന്നെ അമ്മയും എത്തുകയായിരുന്നു. അതിനുശേഷം അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചെന്നതാണ് പരാതി. ഈ പെൺകുട്ടിയുടെ ബഹളം കേട്ട് അമ്മ അകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരടക്കം സ്ഥലത്ത് തടിച്ചുകൂടി. എന്തായാലും സംഭവത്തിൽ ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഈ മുരാരി തന്ത്രിക്കെതിരെ നിലവിൽ പുത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോക്സോ കേസാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതി നിലവിൽ ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നു. എന്തായാലും പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടത്തിയതാട്ടാ. ലൈംഗിക അതിക്രമം നടത്തിയിട്ട് ഇതിപ്പോൾ വന്ന ന്യൂസാണ്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ വന്നിട്ട്. ന്യൂസ് വന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. ന്യൂസ് വന്നിട്ട് ഏഷ്യനെറ്റിൽ ന്യൂസിൽ വന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇയാൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24-ൽ ഓൾറെഡി വന്നിട്ട് നല്ല എന്തൊക്കെയോ കോര പ്രസംഗിച്ച ആളാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇയാളെ കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു അയാളെ വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് കൂടാണ്ട് ഇയാൾ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടിട്ട് പോകാട്ടോ. ഇയാൾ മുസ്ലിംസിനെ, ഹിന്ദുക്കളെ എല്ലാവരും വല വീഴ്ത്തി പിടിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണാം. അയാളെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 2-3 വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ആരാണ് ഇദ്ദേഹം. ഓക്കെ, മുരാരി തന്ത്രിൻ്റെ കുൽസിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് അയാളെ യൂട്യൂബ് ചാനൽ കേട്ടോ. ഇതാണ് അയാളെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ ഉണ്ട്, 9000 സബ്സ്ക്രൈബർ ഉണ്ട്. പിന്നെ ഇയാളെ ശരിക്കും അറിയാത്തവർ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇയാളെ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇയാളെ വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവട്ടെ. ഇതാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജ്യോതിഷം പറഞ്ഞിട്ട് ആൾക്കാരെ മയക്കുന്നൊരു തന്ത്രിയാണ്. ഓക്കെ, ഇപ്പോൾ 24/7 ഐലൂവിലെല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. പല വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹം യൂട്യൂബിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പല മൊബൈലും കാര്യങ്ങളും ജ്യോതിഷത്തിൻ്റെ അതിൻ്റെ ഇത് കിട്ടീന് മറ്റേ കിട്ടീന് അവാർഡ് കിട്ടീന് കുറേ പ്രവചനങ്ങൾ നടത്തീനെന്നെല്ലാം പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. ഓക്കെ, ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല. ഇയാളെ യൂട്യൂബിൽ ലാസ്റ്റ് ഇട്ട ലൈവ് കാണണം കേട്ടോ. ഈ പീഡിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഓൾറെഡി ഇതിൽ ലൈവിൽ ഞാൻ കുറച്ച് ഭാഗം കണ്ടു കേട്ടോ. ഇതാണ് ഇയാൾ ശരിയായ രീതി. ഓക്കെ, ഇയാൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ലൈവ് ഓണാക്കി വെച്ചിട്ട് ജ്യോതിഷം പറയും, ആരൊക്കെയാണ് വരുന്നത് അവർ സംസാരിക്കും. അപ്പോൾ ലൈവ് ഓണായിരിക്കും. ഞാൻ തന്നെ ഈ ക്ലിയർ ചെയ്യുന്ന അതല്ല. പക്ഷെ ഇവന്റെ ഇടപാടല്ലേ കടുപ്പ്. ഇവനായിട്ട് അടയ്ക്കുന്നു 100 മുടി വെട്ടാ വരെ വിളിച്ചു ചോയി. ഞാൻ എന്തും ചെയ്യാതെ തരുവേലി ആ കടയ്ക്കാതിരുന്നോണ്ട്. ആ കടയിലെ കാര്യം ഒന്ന് കരകയറ്റ ഒരു എനിക്ക് വളരെ അത്യാവശ്യം അവനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കണ്ട അടുത്തെല്ലാം പോകുന്നുള്ള ഒരു പരാതി വരണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അവനെ രക്ഷിച്ച് തന്നേ പറ്റത്തുള്ളൂ. എവിടെ ആര്യം പരീക്ഷ മറ്റവന്റെ 2 അങ്ങ് അയച്ചു കൊടുക്കാം. പൂജിച്ചവിടെ വെച്ചിരുന്നാലും പവിത്രല്ലേ. ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം. ഇതാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി. നല്ല മാർക്ക് മേടിക്കണം. ഒളിവിലാണ് ഇത്. 16 മണിക്കൂർ മുമ്പ് ഇട്ട വീഡിയോസ് ആണ്. സമയമായിട്ടുള്ളൂ, 16 മണിക്കൂറായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഇപ്പൊ ന്യൂസ് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒന്നും വേണ്ട.
ഇപ്പൊ ഈ പഠിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുക. കാര്യം വെച്ചാൽ നിനക്ക് നല്ലൊരു ജാതക ഫലമുള്ള ആളാണ്. ഇയാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പരിപാടി അവന്റെ കൂടെ പറയുന്ന ആൾക്കാരാണ് എന്താ ചെയ്യേണ്ടത്. നമ്മുടെ ജാതക ഫലം സംഭവം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഐഡിയപരമായിട്ടാണ് ചെയ്യുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവൻ അങ്ങനെയാണ് കുറച്ച് ഒരു മൈന്യൂട്ടായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയും. അങ്ങോട്ടേക്ക് പറയുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ പോയിട്ട് അങ്ങോട്ടേക്ക് പറയാൻ പോകുന്ന ആൾക്കാർ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പിടിച്ചെടുക്കുന്നത് നമ്മളെ വായിൽ തന്നെ വരും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ അത് തിങ്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അവരെന്നെ നമ്മളാണ് അവരുടെ അടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷേ ഇതൊക്കെ ലാസ്റ്റ് അവർ പോയിട്ട് വീട്ടിൽ പോയിട്ട് ചിന്തിക്കുന്നത് എന്താണ്, എല്ലാം ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണെന്നാണ് ചിന്തിക്കുന്നത്. കാരണം എന്ത്, നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് തിരിച്ച് പറയുന്നത്. പക്ഷെ വേറെ രൂപത്തിലായിരിക്കും ഇവർ പറയുന്നുള്ളത്, തിരിച്ച് പറയുന്നുള്ളത് വേറെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോർട്സിൽ ഇയാൾ എന്തൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളതെന്ന്. അതൊക്കെ ഫുള്ള് കോമഡിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇയാളെ ഇഷ്ടപ്പെടാൻ കാരണം ആൾക്കാരേട്ടാ. ഇയാൾ കുറച്ച് വയറുന്ന പരിപാടികളെ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാ. ഇങ്ങനത്തെ കുറേ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഏതോ ഒരു വയൽ കണ്ടു ഇയാളെ, ഞാൻ ചിരിച്ച് മരിച്ചേട്ടാ. ഓക്കെ, ഇതല്ലല്ല. എവിടേക്കാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എവിടേക്കാണ് എന്നെ നിങ്ങൾ ഇറക്കി കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങളുടെ സഞ്ചാരമെന്ന് ആ മൃതദേഹം ഉറക്കെ കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന്റെ മൃതദേഹം എവിടേക്കാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ ഇയാൾ കാണിച്ചിട്ടുണ്ട് കേട്ടാ വീഡിയോയിൽ. ഞാൻ മുന്നേ കണ്ടിന് ഈ വീഡിയോ. കാണാത്തവർക്കാണ് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരുന്നുള്ളത് കേട്ടാ. ഇപ്പം മൂര്യാർ ഇപ്പം വെട്ടിന് എന്തായാലും. ഓക്കെ, നല്ലൊരു അഭിനേത്രിയാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അകത്ത് കിടക്കേണ്ടി ഒരു ഇപ്പോൾ തോന്നുന്നു. പോസ്കോ കേസിലാണ് ഓൾറെഡി ഇപ്പോൾ പിടികിട്ടാ പുള്ളിയായിട്ടാണ് ഉള്ളത്, ഒളിവിലാണ് ഉള്ളത്. എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്തായാലും ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ആകെ ഒരു 2 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. വീഡിയോ വന്നിട്ട് ഏഷ്യനെറ്റിൽ ന്യൂസ് വന്നിട്ട് ഓൾറെഡി 2 മണിക്കൂറായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അകത്ത് ഒന്നെങ്കിൽ അറസ്റ്റ് പോകുന്ന ഇന്നത്തെ ന്യൂസ് മൊത്തം ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ തന്ത്രിൻ്റെ തന്നെ ആയിരിക്കും. അതങ്ങനായി ഇങ്ങനായി മറ്റായി ചക്കായി. നമുക്കിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ അറിയാണ്ടൊന്നും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വീഡിയോ ഏഷ്യനെറ്റിൽ വന്ന ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.